ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ പഴയ വീടിൻ്റെ അവിടേക്കാണ് കേട്ടോ. അച്ഛമ്മയുടെ അടുത്തൊന്ന് പോകണം. പിന്നെ മെയിനായിട്ട് നമ്മുടെ നമ്മുടെ റിലേറ്റീവ് അല്ല, പക്ഷേ റിലേറ്റീവിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ഒരു വീട്ടുകാരാണ് അമ്പിളിച്ചിടാവരെന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ അവിടുത്തെ ആ ചേച്ചിക്ക് കുറേ നാളായിട്ട് മുട്ടുവേദനയും അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഫിസിയോതെറാപ്പി റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ ആളെ ഒന്ന് പോയി കാണണം, ആളുടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ആൾക്ക് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ കാര്യം. പിന്നെ അപ്പോൾ ആ വഴി പോണ കാരണം അച്ഛമ്മയ്ക്ക് കുറച്ച് കറിയൊക്കെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അച്ഛമ്മേനെ ഒന്ന് കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ എനിക്ക് 2 മണിക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. 2 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അപ്പത്തന്നെ എനിക്ക് തിരിച്ചു വരണം. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ അങ്ങനെ ഹോം വിസിറ്റും കാര്യങ്ങളൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ആയ കാരണം ഞാൻ ഇങ്ങനെ പോയി നോക്കുന്നു, കുറച്ച് എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ മെഷീൻസ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ IFT അൾട്രാസൗണ്ട് അങ്ങനത്തെ കുറച്ച് മെഷീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഈ ഒരു മന്ത് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും. എൻ്റെ മൂഡ് പോലെ ഇരിക്കും. നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് ഹോം വിസിറ്റുകൾ എടുക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ എടുക്കാനുള്ള സമയമല്ലേ. ഞാൻ സാറ്റർഡേ സൺഡേ ആണ് വീട്ടിലേക്ക് വരണേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് മുട്ടുവേദനയുണ്ട്, അച്ഛന് തണ്ടലവേദനയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വാങ്ങിച്ചാലോ എന്നൊരു പ്ലാനിങ് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ട്. നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കണം. ഇപ്പം എന്തായാലും ആസ് ഇഫ് നൗ എൻ്റെ കയ്യിലും മെഷീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മാനുവൽ തെറാപ്പീസാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും പോണ വഴിക്കൊക്കെ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അങ്ങനെ ഇന്ന് സൺഡേ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ പോവാം. മഴ പെയ്യുമെന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കോട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് പോവാം. അമ്മയുടെ ഹെൽമെറ്റാണ് അത്. എനിക്കിഷ്ടമായി ഹെൽമെറ്റ്. നല്ല ഹെൽമെറ്റാണ്, കംഫർട്ടബിളാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഇനി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. രാവിലെ അങ്ങോട്ടോ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സംസാരിച്ച് പിന്നെ അത് അച്ഛമ്മയുടെ അടുത്ത് എത്തി. അച്ഛമ്മയ്ക്ക് കറിയൊക്കെ കൊടുത്തു. അപ്പം അച്ഛമ്മ പറയുന്നു, എന്തിനാ മോനെ ഒറ്റയ്ക്ക് വന്നേ എന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഈ വീട്ടിലാട്ടാ ഞങ്ങൾ കുറച്ച് വർഷം താമസിച്ചിരുന്നത്. എത്ര വർഷമെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം അവിടുത്തെ ഒരു ചുറ്റുപാടാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അമ്പിളിയേച്ചിയുടെയും സുരേഷേൻ്റെയും വീട് കേട്ടോ. കുഞ്ഞു വീടാണ്, പക്ഷെ അവരവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇതാണ് അവിടുത്തെ താഴെയുള്ള മോൻ അഖിൽ. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് മെയിൻ കാര്യം എക്സ്റേയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കര കാലുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എക്സ്റേയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. പിന്നെ ഇതാണ് ഇന്ന എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇന്ന് അവിടുത്തെ മോള് ഐശ്വര്യേച്ചി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ അവിടെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പിളിച്ചി ഞാൻ ജസ്റ്റ് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് അപ്പം ഞാൻ കുറച്ചിങ്ങനെ അവരുണ്ടാക്കണത് വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങളിങ്ങനെ അടുക്കളയിൽ നിന്ന് വർത്താനമൊക്കെ പറയായിരുന്നു. ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് പണിയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പണിയൊന്നും എടുത്തൊന്നുമില്ല. ഒക്കെ അമ്പിളിച്ചിയും അഖിലിൻ്റെ വൈഫ്
അവളൊക്കെ തന്നെയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ ദേ നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നെയ്ച്ചോറിൽ അമ്പിളിച്ച് നെയ്യ് ഒഴിക്കുന്നതും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഷോർട്ടായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും ആളും. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിപ്പിക്കാണ്ട് വിടില്ല, അങ്ങനെയാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാണ് ഗൈസ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് വെച്ചതും പിന്നെ പുതിനയിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി. നല്ല രസമല്ലേ കാണാൻ, ഇങ്ങനെ ഒരു വൈറ്റ് ഇതിലുമേ ഗ്രീൻ കളറൊക്കെ വന്നപ്പോൾ നല്ല രസമായില്ലേ കഴിക്കാനും. കാണുന്നതിനേക്കാൾ രസമായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാക്കി കുറച്ച് നേരം അടച്ചു വെച്ചു, അങ്ങനെ ഒന്ന് അരിയൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. പിന്നെ അധികം സമയം വെക്കാൻ പറ്റിയില്ല, എനിക്ക് ഡാൻസിന് പോകണമല്ലോ. പിന്നെ ഞാൻ ഈ സലാഡിലുള്ള സബോള ഞാനായിട്ട് അരിഞ്ഞത്. അത് മാത്രമാണ് ഞാനൊരു പണി അവിടെ ചെയ്തത് കേട്ടോ. പിന്നെ അമ്പിളിച്ചിക്ക് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലിരുന്നു. സുരേഷ് ചേട്ടനാണ് കേട്ടോ വിളമ്പി തരണേ. ആള് ചോറ് കുറേ ഇട്ടു ആദ്യം, എന്നിട്ട് ഞാൻ ആ ചോറ് അതിൽ നിന്ന് കുറച്ച് വാരി അമ്പിളിച്ചിയുടെ ഇലയിലേക്ക് ഇട്ട് കൊടുത്തു, കാരണം എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ അമ്പിളിച്ചിയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കും എനിക്കും ഒക്കെ സുരേഷ് ചേട്ടനാട്ടോ വിളമ്പി തരണേ. കുറേ ഇട്ടു ചോറ്, എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്ന ആൾ ഞാനാണ്. എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയായിരിക്കും ഞാൻ അത്രയും അധികം ഫുഡ് കഴിക്കണ ഒരു ഇതല്ല. ഞാൻ വണ്ണമുണ്ട്, പക്ഷേ ഞാൻ അത്ര അധികം ഫുഡ് കഴിക്കണ ഒരാളല്ല. വണ്ണമുള്ളത് വേറെ എന്താ ജെനറ്റിക്സും ഉണ്ട്, പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഉച്ചത്തെ ഫുഡ് നല്ല ഉഷാറായിട്ടാണ്. പിന്നെ എനിക്ക് കൂടുതൽ തിന്നാനായിട്ട് ഒരു പേടിയുണ്ടായിരുന്നു, കാരണം അത് കഴിഞ്ഞ് എനിക്ക് ഡാൻസിന് പോകണമല്ലോ. അപ്പോൾ ആകെ ഒന്നാമതേ ഡാൻസിന് പോകുമ്പോൾ കൈയും കാലൊന്നും പൊന്തണില്ല. അപ്പം ഇനി ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയാൽ പിന്നെ അതും ഒരു പ്രശ്നമാവുമല്ലോ. അങ്ങനെ ഞാൻ സാലഡൊക്കെ ഒഴിച്ച് നല്ല മാക്കൊന്ന് കഴിച്ചിട്ടാ. എൻ്റെ ഇല ഫുള്ള് കാലിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് കാലിയെന്ന് വെച്ചാൽ ഫുള്ള് കാലി, അത്രയും സെറ്റായിട്ട് കഴിച്ച് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കി. ആ അച്ചാറും ഞാൻ ഫുള്ള് കഴിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞതേ അമ്മയ്ക്കുള്ള പാഴ്സലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നു വിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അമ്പിളേച്ചി, സുരേഷ് ചേട്ടൻ. പിന്നെ അമ്മാമ്മയുടെ കാല് മാത്രം കാണാതോ. ബൈ. വീട്ടിലെത്തി ഗൈസ്, ടയേർഡ്. ഞാൻ പ്രതീക്ഷിക്കാതെ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ ഒന്ന് അമ്പിളീച്ചിൽ അടച്ച് വെക്കേണ്ടി വരും. അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഉള്ള പാഴ്സൽ ഇതേ ഇതിനകത്ത്. അമ്പിളീച്ചിയുടെ നെയ്ച്ചോറാണോ ബിരിയാണി? എന്നിട്ട് ബിരിയാണിയാന്ന് വെച്ചിട്ട് കഴിക്കണം. ഇനി അവള് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അല്ല, ആള് പറഞ്ഞ നെയ്ച്ചോറെന്നാണ്. പക്ഷെ നെയ്ച്ചോറാ ബിരിയാണി പോലെ വഴറ്റിട്ടൊന്നല്ല ഉണ്ടാക്കി. അപ്പൊ നെയ്ച്ചോറല്ലേ? എനിക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഒരുപോലെയാണ്. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ഞാൻ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക്. ഞാൻ ഇവിടെ ചോദിച്ചപ്പോ അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്പിളീച്ച് നല്ലൊരു ഷെഫും കൂടിയാണ് കേട്ടോ. പാവാൾക്ക് വയ്യ മുട്ടുവേദനയ്ക്കുക, എന്നാലും അതെല്ലാം പണിയെടുക്കും. ഞാൻ നെയ്ച്ചോറ് മാക്കിനി തട്ടുന്ന ഗീത അമ്മയുടെ കൂട്ടുകാരിയാണ് കേട്ടോ അമ്പിളേച്ചി. നമ്മള് പണ്ട് തൊട്ടേ ഉള്ള കമ്പനിയാണ്, നമ്മുടെ അതിൻ്റെ അടുത്തല്ലേ. അപ്പോൾ ആളും ആളുടെ മോള് എല്ലാവർക്കും അവരുടെ മക്കളെ കല്യാണം കഴിച്ച് വിട്ട സ്ഥലത്ത് വരെ അവരുടെ ആൾക്കാർക്ക് വരെ നമ്മളെയൊക്കെ നല്ലോണം അറിയാം. അവരുടെയൊക്കെ ഇതിൽ, അതായത് 2 മക്കളുണ്ടല്ലോ, അഖില് ഐശ്വര്യേച്ചി. അവർ രണ്ടുപേരുടെയും വീട്ടിൽ അവരെ കല്യാണം കഴിച്ച് അഖിലിനെ കല്യാണം കഴിച്ച് വിട്ടതല്ലല്ലോ, ഐശ്വര്യേച്ചിനെ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിലും അവരുടെ എല്ലാവരും വിചാരം അച്ഛനൊക്കെ മാമനും അമ്മ അവരുടെ ആൻറ്റിയാണെന്നാണ്. പിന്നെ അഖിലിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിലും അതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാവരും വിചാരം ഞങ്ങൾ ബന്ധുക്കളാണെന്നാണ്. പക്ഷെ ഞങ്ങൾ ബന്ധുക്കളല്ല, പക്ഷെ ഞങ്ങൾ ബന്ധുക്കളാണ്. ബന്ധുക്കളെക്കാളും സ്നേഹമാണ്.
അതെ, നോ ഈഗോ, നോ കുശുമ്പ്, നത്തിങ്, ഓൺലി സ്നേഹം. എപ്പോൾ അവിടെ പോയാലും എന്തുണ്ടോ അതിപ്പോൾ അവിടെയൊക്കെ കുറച്ചുണ്ടാക്കുന്നുണ്ടാവുള്ളൂ, അതിൽ നിന്ന് നമുക്ക് തന്ന് നമ്മളെ തീറ്റിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചല്ല, ഞാൻ പോയിട്ട് ജസ്റ്റ് ആൾക്ക് കുറച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ആൾ വിടണ്ടേ, കഴിച്ചിട്ട് പോയാൽ മതി, ഡാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു, പക്ഷേ വിടണല്ലേ. പിന്നെ അതേ അമ്മയ്ക്ക് വരെ കൊടുത്തു വിട്ടേക്കണു. തന്നു വിട്ടേക്കണം സോറി, തന്നു വിട്ടേക്കണു. വാട്ടവർ, മനസ്സിലായില്ലേ? കൊടുത്തു വിട്ടേക്കണെന്ന് പറഞ്ഞാൽ തലതിരിച്ച് ഇന്നലെ വന്ന് നാളെ പോയി എന്ന് പറഞ്ഞ മാതിരി അല്ല, നാളെ വന്ന് ഇന്നലെ പോയി. അപ്പം അങ്ങനെ. അപ്പോൾ ഇപ്പം സമയം എത്രയാമോ? ഇപ്പൊ സമയം 1:30. ഇനി 2 മണിയാകുമ്പോൾ ഡാൻസിന് പോകണം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.